വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനം. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുന്നിൽ നിന്ന് മറഞ്ഞു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം വളരെ വേഗം ഒരു ഉത്തരം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ സൗഭാഗ്യം സ്വീകരിക്കുകയല്ല ചെയ്തത്. ഹവ്വായെപ്പോലെ അശ്രദ്ധമായിട്ട് തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ദൂതൻ ആര് എന്നറിയാതെ സമ്മതം പറയുകയല്ല മറിയം ചെയ്യുന്നത്. അതുപോലെ തന്നെ സക്രിയ പറഞ്ഞതുപോലെ ഒരു അവിശ്വാസത്തിൻ്റെ ധ്വനി പോലും അവിടെ മുഴക്കുന്നില്ല. വളരെ വ്യക്തമായി തൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്, തൻ്റെ തീരുമാനങ്ങൾ അറിയിച്ചുകൊണ്ട്, വീണ്ടും സ്വർഗീയ വെളിപ്പെടുത്തലുകൾക്കായിട്ട് കാത്തിരുന്ന് വളരെ വ്യക്തമായ അറിവോടുകൂടിയാണ് മറിയം പറയുന്നത്, ഇതാ കർത്താവിൻ്റെ ദാസി. ദൈവത്തിൻ്റെ പദ്ധതി എന്തോ അതിനെ ഇനി മുതൽ ചോദ്യം ചെയ്യാതെ അനുസരിച്ചു കൊള്ളാം, അനുസരിക്കും, ഒരു ദാസിയെപ്പോലെ അനുസരിക്കുന്നു എന്നാണ് മറിയം പറയുന്നത്. മറിയത്തിൻ്റെ ആഴമായ എളിമയാണ് തന്നെ ദൈവത്തിൻ്റെ ദാസിയായി വെളിപ്പെടുത്തുന്നത്. ഈ എളിമയെ തൃക്കൺ പാർത്തുകൊണ്ട്, ഈ താഴ്മയെ കടാക്ഷിച്ചുകൊണ്ടാണ് ദൈവമാതാവായിട്ട് അവളെ ഉയർത്തുവാൻ ദൈവം തിരുമനസ്സാകുന്നത്. തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്ത ദൈവം അവളെ അത്യുന്നതമായ ഉന്നതമായ ഒരു പദവിയിലേക്ക്, രക്ഷകൻ്റെ അമ്മയായിട്ട്, സകല മനുഷ്യരുടെയും രക്ഷ സാധിക്കുന്ന ആ രക്ഷാകര ദൈവീക പ്രവൃത്തിയോട് ഏറ്റവും അധികം സഹകരിക്കുന്ന സഹരക്ഷകയായിട്ട് അവൾ ഉയർത്തപ്പെടുന്നു. ഈശോയിലൊത്തിരി സ്നേഹമുള്ള സഹോദരങ്ങളെ, അന്ധമായി ഒരു സമർപ്പണമല്ല, വളരെ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് ഇതൊരു വലിയ പദവിയാണ്, എന്നാൽ അവളുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും വിധം വേദന നിറഞ്ഞ അനുഭവമാണ്. ദൈവീക തിരുമനസ്സിന് വിധേയപ്പെടുമ്പോൾ, സ്വയം സമർപ്പിക്കുമ്പോൾ അത് വലിയ സഹനങ്ങളിലൂടെ ഉള്ള ഒരു യാത്രയാണ്. എന്നാൽ അത്യുന്നതമായ ഒരു മഹത്വത്തിലേക്കും അനേകരുടെ രക്ഷയുടെ ഒരു അനുഭവത്തിലേക്കും അത് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. ഹാവ് എ ബ്ലെസ്സഡ് ഡേ ടു ഓൾ ഓഫ് യു.